ഹലോ. നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ നല്ല പരസ്യങ്ങളും ഒരാന നുണയാന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? കാരണം ഇതുവരെ ഒരു ഫെയർനെസ് ക്രീമും ഒരാളുടെ ജീവിതത്തിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചെന്ന് കരുതി ഇതുവരെ ഒരുത്തനും പെണ്ണ് സെറ്റായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? എന്നിട്ട് നമ്മളത് വിശ്വസിക്കും എവറി സിംഗിൾ ടൈം. വൈ? എൻ്റെ പേര് ബിബിൻ മാത്യു. ഞാൻ കോക്കനട്ട് മീഡിയ ലാബിൽ നിന്ന് വരുന്നു. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആഡ്സ്, ബ്രാൻഡ്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കൊക്കോകോളയാണ് നമുക്കറിയാവുന്ന ബ്രാൻഡാണ്. വാട്ട് ഡു ദേ സെൽ? അവരെന്താ വിൽക്കുന്നത്? കൊക്കോകോള ഇതുവരെ ഈ ഷുഗർ വാട്ടറും കാരമൽ ഫ്ലേവറും ഇതുവരെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്തത് ഹാപ്പിനെസ് ആണ്. ദേ ആർ സെല്ലിംഗ് ആൻ ഇമോഷൻ വിച്ച് ഇസ് ഹാപ്പിനെസ്. കല്യാൺ ജുവലേഴ്സ് അവർ വിൽക്കുന്നത് സ്വർണ്ണമാണെങ്കിലും അവർ സെല് ചെയ്യുന്നത് നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ പെൺകുട്ടികളുടെ വിവാഹ മുഹൂർത്തങ്ങളാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു പർച്ചേസിന്റെ ഡിസിഷൻ എടുക്കണമെങ്കിൽ 3 സൈക്കോളജിക്കൽ ഫാക്ടറിലാണ് അത് എടുക്കാറ്. ഒന്ന്, ഡിസയർ, അവർക്ക് എന്താവണം. അടുത്തത്, അവർക്ക് എന്താവണ്ട, അല്ലെ എന്തിൽ ചെന്ന് പെടണ്ട. ആപ്പിൾ അവരെങ്ങനെയാണ് ഐഡന്റിറ്റി സെല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. 100 ആൻഡ്രോയിഡ് ഫോണുകളുടെ ഇടയിൽ ഒരു ഐഫോൺ കൈ പിടിച്ചിരിക്കുന്നവന് സ്വയം തോന്നുന്ന ഒരു പ്രൈഡ് ഉണ്ടല്ലോ, ആ പ്രൈഡാണ് അവർ സെല് ചെയ്യുന്നത്. അപ്പൊ ഈ 3 സൈക്കോളജിക്കൽ പാറ്റേൺ വെച്ചിട്ട് നിങ്ങളുടെ യൂസറിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ട്രിഗർ ചെയ്യുമ്പോൾ അത് അവരുടെ ഇമോഷനെ കൂടി ട്രിഗർ ചെയ്യുകയാണ്. കേരളത്തിലെ 3 കോടിയിൽ പരം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് അല്ലെ വേറെ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ആക്റ്റീവാണ്. ഇതിന്റെ മുഴുവൻ ബ്രെയിൻ, ദ എൻജിൻ ഇസ് മെറ്റ. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് മെറ്റ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നകുലിനെ വാച്ച് ചെയ്യുന്നു, ഗംഗയെ പോലെ. അപ്പൊ ഇവരെന്താ ചെയ്യാ? നീ എപ്പോ ഉറങ്ങും, നീ ഏത് കണ്ടന്റ് കാണും, നീ എത്ര കാണും, നീ ഏത് മുഴുവൻ കാണും, നീ ഏത് തോണ്ടി വിടും, ഇതൊക്കെ നമ്മുടെ മെറ്റയാവുന്ന നാഗവല്ലിക്ക് വളരെ നന്നായി അറിയാം. അപ്പൊ നമ്മളെ പറ്റി ഇത്രയൊക്കെ അറിയാമെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സിനെ പറ്റി അറിയാം അല്ലെ. നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇനിയത്തെ സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ രാധാകൃഷ്ണൻ ഒരു വില്ല വിൽക്കാനുണ്ട്. ഇപ്പൊ രാധാകൃഷ്ണൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുകയാണ്. അപ്പൊ നമ്മള് മെറ്റയോട് പറഞ്ഞു കൊടുക്കുന്നത് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ഞാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ വില്ല ഇന്ന സ്ഥലത്താണ്, ഈ ലൊക്കേഷനിലാണ്. ഇതിന്റെ ഒരു ലെറ്റ്സ് ഒരു 50 അല്ലെങ്കിൽ 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻകം ബ്രാക്കറ്റ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററിന് മുകളിലുള്ള ഒരു 40-50 വയസ്സ് ബ്രാക്കറ്റിലുള്ള, പിന്നെ ഇതിനു മുമ്പ് വേറെ വില്ലയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുള്ള, അതിന്റെ സെർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാരിലേക്ക് എന്റെ ആഡ് എത്തിക്കാന്ന് പറയുമ്പോൾ അതൊരു റാൻഡം ക്രൗഡ് അല്ലല്ലേ. അത് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉള്ള ഒരു വലിയ കൂട്ടമാണ്. നമ്മൾ അങ്ങനെ യൂസറിനെ കണ്ടുപിടിച്ചു. ഇനി യൂസറിന്റെ മുന്നിൽ കൊണ്ട് നമ്മൾ എന്ത് കാണിക്കും എന്നുള്ളതാണ് അടുത്ത ഗെയിം. നിങ്ങൾക്ക് ആകെയുള്ളത് സോഷ്യൽ മീഡിയ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ 3 സെക്കൻഡാണ്. അതിനുള്ളിൽ നിങ്ങൾ അവരുടെ സ്ക്രോള് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ അവർ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് കൂടി തരും. ആ 10 സെക്കൻഡിൽ യു ഷുഡ് മേക്ക് ദം ഫീൽ സംതിങ്, റൈറ്റ്? ഇതിന് എന്ത് ചെലവാകും എന്ന് പറയുന്നതിന് മുമ്പ് ഇതിന്റെ ചെലവിൽ അടങ്ങുന്ന 3 ഏരിയാസ്, 3 കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ക്രിയേഷൻ ആണ്. ക്രിയേഷനിൽ നമ്മൾ സ്റ്റാറ്റിക്കും വീഡിയോയും സ്ക്രിപ്റ്റും ഷൂട്ടും കൺസെപ്റ്റും നിങ്ങളുടെ യൂസറിനെ ട്രിഗർ ആവുന്ന സൈക്കോളജി ഒക്കെ മനസ്സിലാക്കി ക്രിയേറ്റീവ്സ് ഉണ്ടാക്കണം. അതാണ് ഏജൻസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന പണി. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം നമ്മൾ ഈ മേൽ പറഞ്ഞ മെറ്റയുടെ അൽഗോരിതത്തിലെ നിങ്ങളുടെ യൂസേഴ്സിലേക്ക് അത് എത്തിക്കും. പിന്നെ ഇതൊക്കെ ചെയ്താലും മെറ്റയ്ക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അവർ ആഡ് റൺ ചെയ്യില്ല. അടുത്ത ബഡ്ജറ്റ് മെറ്റയുടെ ആഡ് സ്പെൻഡ് ആണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ആൻഡ് സ്റ്റോറി ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മുടെ കോൺഫിഡന്റ് ഏരിയ. കോർപ്പറേറ്റ് മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. താങ്ക് യു സോ മച്ച്.